ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്ഥാനപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേകഃ. വിഗതസകലഭേദം സ്വപ്രകാശേന വേദ്യം ബഹിരപി ഹൃദി പൂർണ്ണം ശാന്തബോധസ്വഭാവം പ്രകൃതിവികൃതിഹീനം ബന്ധമുക്ത്യോർവിമുക്തം ഹൃദി കലയ സദൈവ ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ ഓം. എല്ലാവർക്കും കൂടി നമുക്ക് 3 തവണ ജപിക്കുക ഓങ്കാരം. ഒരു തപോനുഷ്ഠാനം. കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കും. എല്ലാവരും എല്ലാവരും ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. നമുക്ക് 4-ാമത്തെ ശ്ലോകം മുതൽക്ക് ചൊല്ലാം. ശ്രുത്വാപി ശുദ്ധചൈതന്യം ശ്രുത്വാപി ശുദ്ധചൈതന്യം ആത്മാനമതിസുന്ദരം ആത്മാനമതിസുന്ദരം ഉപസ്ഥേത്യന്തസംസക്തോ ഉപസ്ഥേത്യന്തസംസക്തോ മാലിന്യമധിഗച്ഛതി മാലിന്യമധിഗച്ഛതി സർവഭൂതേഷു ചാത്മാനം സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി സർവഭൂതാനി
സർവഭൂതാനി ചാത്മനി മുനേർജാനത ആശ്ചര്യം മുനേർജാനത ആശ്ചര്യം മമത്വമനുവർത്തതേ മമത്വമനുവർത്തതേ ആസ്ഥിതഃ പരമാദ്വൈതം ആസ്ഥിതഃ പരമാദ്വൈതം മോക്ഷാർത്ഥേ വ്യവസ്ഥിതഃ മോക്ഷാർത്ഥേപി വ്യവസ്ഥിതഃ ആശ്ചര്യം കാമവശഗോ ആശ്ചര്യം കാമവശഗോ വികലഃ കേലിശിക്ഷയാ വികലഃ കേലിശിക്ഷയാ ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം അവധാര്യാതി ദുർബലഃ അവധാര്യാതി ദുർബലഃ ആശ്ചര്യം കാമമാകാംക്ഷേത് ആശ്ചര്യം കാമമാകാംക്ഷേത് കാലമന്തമനുശ്രിതഃ കാലമന്തമനുശ്രിതഃ ഇഹാമുത്രവിരക്തസ്യ ഇഹാമുത്രവിരക്തസ്യ നിത്യാനിത്യവിവേകിനഃ നിത്യാനിത്യവിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷികാ മോക്ഷാദേവ വിഭീഷികാ ഇഹാമുത്രവിരക്തസ്യ ഇഹാമുത്രവിരക്തസ്യ നിത്യാനിത്യവിവേകിനഃ നിത്യാനിത്യവിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷികാ മോക്ഷാദേവ വിഭീഷികാ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് 7ാമത്തെ ശ്ലോകമാണ്. ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം അവധാര്യ അതിദുർബലഃ ആശ്ചര്യം കാമമാകാംക്ഷേത് കാലമന്തമനുശ്രിതഃ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിലെ സൃഷ്ടിവിശേഷം മുഴുവനും ആണ് പെണ്ണ് പുല്ലിംഗം സ്ത്രീലിംഗം എന്ന രണ്ടും കൂടിച്ചേർന്ന് ഉണ്ടായതാണല്ലോ. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രകൃതിയിൽ. അതിനെ നമുക്ക് നിഷേധിക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ വിപരീതമായി ചിന്തിക്കാനോ പറ്റില്ല. മറ്റെല്ലാ ജീവജാലങ്ങളിലും ഇങ്ങനെയുള്ള വിഭജനമുണ്ട്. അതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും വംശം ഇങ്ങനെ നീണ്ടു പോകുന്നത്. എന്നാൽ മനുഷ്യരിൽ ഉള്ള ഈ പ്രകടനമുണ്ടല്ലോ, അതിനാണ് നമ്മൾ വിവേകം ഉപയോഗിച്ച് നിയന്ത്രിക്കുകയോ പരിഷ്കരിക്കുകയോ മെരുക്കിയെടുക്കുകയോ ഒതുക്കിയെടുക്കുകയോ ഒക്കെ ആവശ്യമായി തീരുന്നത്. മൃഗങ്ങളുടെ കാര്യത്തിൽ അതിന് ഓരോരോ ഋതുഭേദമനുസരിച്ച് ചില ചലനങ്ങളും ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യങ്ങളിൽ താല്പര്യമേ ഇല്ല. മനുഷ്യനാണെങ്കിൽ അങ്ങനെയല്ല. ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രേരണയും ഉത്സാഹവുമൊക്കെയാണത്. അപ്പോൾ അതിനെ ഒന്ന് വേണ്ടതുപോലെ ഉപശമിപ്പിച്ച് നിർത്താലേ നമ്മൾ ഇന്ന് കാണുന്ന ഈ അക്രമങ്ങളും അനീതികളും ഇല്ലാതെയാവുള്ളൂ. അതിനെന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ജനത ഒട്ടാകെ കേട്ടു എന്ന് വരില്ല, ഉൾക്കൊള്ളാനും പറ്റില്ല. അത് പറഞ്ഞിട്ട് ചിലരെങ്കിലും ഉൾക്കൊള്ളുന്നവരുണ്ട്. അവരെ ഉപേക്ഷിക്കാനോ അവരോട് പറയില്ല എന്ന് പറയാനോ പറ്റില്ല. ശ്രീരാമൻ ഉള്ള കാലത്ത് തന്നെ പറയണു, തീർത്ഥാടനത്തിന് ശേഷം ജനഃ കാമാസക്തോ വിവിധ കുകലാചേഷ്ടനപരഃ സദുസ്വപ്നേപ്യസ്മിക് ജഗതി സുജനോ നാദ്യ സുലഭഃ. ശ്രീരാമൻ പറയുന്നതാണ്. എവിടെ പോയാലും ജനങ്ങൾക്ക് കാമാസക്തി കാമാസക്തി കാമാസക്തി.
അതിൽപ്പെട്ട് അതിൻ്റെ പിടിച്ചുവലിയിൽപ്പെട്ട് ഇന്ന ദുഷ്പ്രവൃത്തിയെ ചെയ്യൂ എന്നില്ല എന്ന് ത്രേതായുഗത്തിലെ ശ്രീരാമൻ പറയുന്നു എന്ന് പറയുമ്പോഴോ എന്താ സ്ഥിതി? കൃതയുഗം വളരെ വിശേഷപ്പെട്ടതാണ്. ആരോടും ഒന്നും പറയണ്ട, എല്ലാവരും കൃതകൃത്യതയോടുകൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അന്ന്. അത് കഴിഞ്ഞ് കാര്യങ്ങൾ മാറി ത്രേതായുഗം എത്തി. അപ്പോഴാണ് രാജശാസനം എന്നൊരു ശാസനം വേണ്ടി വന്നത്. എന്നാലും അത് കഴിഞ്ഞ് ദ്വാപരവും കഴിഞ്ഞ് കലിയാണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം ത്രേതായുഗത്തിൽ പോലും ഇതായിരുന്നു സ്ഥിതി എന്നുണ്ടെങ്കിൽ നമ്മളാരും വല്ല കാരണങ്ങളും കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു ആക്സെപ്റ്റ് വാട്ട് ദി ആക്ച്വൽ ഫാക്ട്സ് ആൻഡ് പെർസ്വേഷൻസ് ആർ. എന്താണോ വസ്തുതകൾ, എന്താണോ പ്രേരണകൾ, അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടോ എന്താ വേണ്ടേ? എല്ലാറ്റിൻ്റെയും തലപ്പത്തുള്ളവർ നമ്മുടെ ശാസ്ത്രങ്ങളടക്കം പരിശോധിച്ച് നോക്കി എന്തെല്ലാം മുൻകരുതലുകളും മെരുക്കുകളും ഉണ്ടാക്കണമോ അതെല്ലാം ഉണ്ടാക്കി നിയമത്തിലൂടെയും മറ്റു പ്രകാരത്തിലെയും നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിനൊരു ഗൈഡൻസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കി പറഞ്ഞ് ധരിപ്പിക്കുന്നത്. നമ്മുടെ ഈ കാമം എന്ന് പറഞ്ഞാൽ അത് ഈ ലൈംഗികമായ കാമമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് അതിൻ്റെ ഒരു വശം അത്രയേ ഉള്ളൂ. കാമം എന്നുള്ള വാക്കിന് അർത്ഥം നമ്മെ കാമിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ, ആകർഷണം ജനിപ്പിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കാമ്യവസ്തുക്കളാണ്. അത് ജനിപ്പിക്കുന്നതിനാണ് കാമം, ആഗ്രഹം എന്ന് പറയുക. അത് കുറേ മൂത്ത് കഴിഞ്ഞാൽ ലോഭമായി, അത്യാർത്തിയായി. ആ അത്യാർത്തി എന്നുള്ള നില വന്നാൽ അതിന് സർവത്ര തകരാറാണ്. അപ്പോൾ ഇത് 3 സ്ഥലത്താണ് ഇത് കടന്നുകൂടിയിരിക്കുന്നത്. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാന ഉച്യതേ. കൃഷ്ണൻ പറയണത് ഉച്യതേന്നാ, ഞാൻ പറയണു എന്നല്ല. ഇങ്ങനെയാണ് പണ്ടുകാലം മുതൽക്ക് തന്നെ പറഞ്ഞു വരുന്നത്, വിവരിക്കുന്നത് എന്നാണ്. കൃഷ്ണനായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതല്ല അത്. പഴയ കാലം മുതൽക്കുള്ള ഒരു ധാരണയും വിലയിരുത്തലുമാണ്. അത് മനുഷ്യനെ പിടികൂടി അവനുള്ള വിവേകത്തെയും ജ്ഞാനത്തെയും ചുറ്റിത്തിരിച്ച് അങ്ങനെ മൂടി കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പം അതിന് എന്തു വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ വായിച്ച് മുൻകൂട്ടി തന്നെ ചില മുൻവിധികളോ അല്ലെങ്കിൽ പ്രിക്കോഷൻസൊക്കെ എടുക്കണം, മുൻകരുതലൊക്കെ വേണം. ഞങ്ങളുടെ ആശ്രമത്തിൽ കുറച്ച് കൊല്ലം മുൻപ് ജംഷഡ്പൂരിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളൊരു ഗുരുകുലം നടത്തുകയുണ്ടായി, അവരുടെ സ്കൂൾ പൂട്ടുന്ന സന്ദർഭത്തിൽ. അപ്പോൾ കുട്ടികൾക്ക് ഞങ്ങൾ പലതും പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഇടയിൽ ഈ ഭജഗോവിന്ദം കുറച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് കുട്ടികൾ പ്രായമായപ്പോൾ പോയി കോളേജിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ പഠിച്ച 1-2 കുട്ടികൾ ചങ്ങാതിമാരെയും കൂട്ടിക്കൊണ്ട് എന്നെ കാണാൻ വന്നു. അപ്പോൾ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഭജഗോവിന്ദമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചൊല്ലാറുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും ശുഭസ്വാധീനം, മംഗളസ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വളരെ വ്യക്തമായിട്ടുണ്ട് സ്വാമിജി, ഈ ഭജഗോവിന്ദമൊക്കെ 1 രൂപയോ 2 രൂപയോ വായിച്ച് ഞങ്ങളുടെ നിത്യജീവിതത്തിൽ അതിനൊരു സ്ഥാനം നൽകുമ്പോൾ കോളേജിൽ പോയി വിപരീത ലിംഗ ഉള്ള കുട്ടികളുമുണ്ട്, അവിടെയെല്ലാം പെരുമാറുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിനൊരു ലൈറ്റ്നെസ്, ഒരു ലാഘവവും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ വിശേഷമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യൻ്റെ ശരീരത്തിന് യുവത്വം പോയി എന്നുണ്ടെങ്കിലും ഈ കാമം മനസ്സിൽ തുടരാൻ വിരോധമില്ല എന്നാണ് പറയണത്. അതുകൊണ്ട് എന്തു വേണം? ബുദ്ധിയിലൂടെ ആലോചിച്ച് വിചാരം ചെയ്ത് ഒരു മല്ലയുദ്ധം നടത്താതെ വിചാരം കൊണ്ട് ഉപശമിപ്പിക്കണം. ഇത് ഭജഗോവിന്ദത്തിൽ കുറേ ശ്ലോകങ്ങളുണ്ട്, വളരെ നന്നായിരിക്കുന്ന ശ്ലോകങ്ങളാണ്. അംഗം ഗലിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചതി ആശാപിണ്ഡം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പദ്യങ്ങളാണത് മുഴുവനും. ചെറുപ്പകാലത്ത്, വളരെ ചെറുപ്പം എന്ന് വെച്ചാൽ 12-10 വയസ്സുകാലത്ത് തന്നെ ഈ ഭജഗോവിന്ദം പഠിക്കാറുണ്ടായിരുന്നു. അത് വളരെ കേമമായിട്ട് ഞാനിങ്ങനെ തന്നെ നടക്കുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും ഒക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ വളരെ വിശേഷമായിട്ട് തോന്നും. ഇത് ചൊല്ലുമ്പോൾ എന്താ, ഒന്നുമില്ല, അത് ചൊല്ലുന്നതിലൊരു സന്തോഷം, ഒരു രസം. അപ്പം നമ്മുടെ മനസ്സിൽ
നല്ല നല്ല വിചാരങ്ങൾ നിറയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. പൊട്ട വിചാരങ്ങൾ വന്ന് ആക്രമിച്ച് കയറുന്നതിന് മുൻപ് തന്നെ നല്ല വിചാരങ്ങൾ മനസ്സിൽ ധാരാളം ഉണ്ടാവണം. നമ്മുടെ ജ്ഞാനാശ്രമം, ഞങ്ങളുടെ ആശ്രമമായിരുന്നല്ലോ അത്, അതിൻ്റെ തൊട്ടടുത്ത് തേക്കിൻകാടാണ്. അപ്പോൾ ആ തേക്കിൻകാട് വേനൽ മൂക്കുന്നതോടുകൂടി ആരെങ്കിലും ഒരു സ്ഥലത്ത് അതിന് തീ കൊടുക്കും. അപ്പോൾ തീ ഇങ്ങനെ പടർന്ന് പിടിച്ച് ആ കാട് മുഴുവനും പുല്ലൊക്കെ കത്തിപ്പോവും. അത് തീ പിടിച്ച് പുകന്നു തുടങ്ങിയെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി മുഴുവൻ ഇത് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ വേലിഭാഗത്ത് പുറത്ത് കിടന്നിട്ട് ആ പുല്ലൊക്കെ ഒന്ന് കത്തിച്ച് ഒരു 10 അടി 20 അടി ദൂരം വരെ കത്തിച്ച് ഇങ്ങോട്ട് വിടും. അപ്പോൾ കത്തിച്ച് വിട്ടാൽ തീ വന്നാലും ഇങ്ങോട്ട് കിടക്കില്ല, അവിടെ കത്തിക്കാനുള്ളതൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞു, പുല്ലില്ല. അതുപോലെ നമ്മളൊരു മുൻകരുതൽ എടുത്തിട്ട് വേണം ജീവിതത്തിൽ പെരുമാറാൻ. അപ്പോൾ ഇതിൽ പറയണത് അദ്ദേഹം എന്താ പറയണത്? അംഗം ഗല്ലിത്തം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം. നമുക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണാം, ശരീരമൊക്കെ ക്ഷീണിച്ചു, എല്ലും തൊലിയും മാത്രമേ ഉള്ളൂ, തലമുടിനൊക്കെ നരച്ചു കൊഴിഞ്ഞു, വായിലാണെങ്കിൽ പല്ലില്ല, എന്നിട്ടോ മുഖം വായ ഒക്കെ തകരാറാ. വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം. അപ്പോഴും അവരുടെ സഞ്ചാരമോ നടത്തമോ നിർത്തുന്നില്ല. ഒരു വടി കുത്തിപ്പിടിച്ച് അങ്ങനെ വറച്ച് നടക്കും. ഇങ്ങനെയൊക്കെ ആയാലും തദഭിനമുഞ്ചതി ആശാപിണ്ഡം. അപ്പോഴും അവരുടെ മനസ്സിൽ കട്ടകൂടി കൂമ്പാരമായി കിടക്കുന്ന ആഗ്രഹമുണ്ടല്ലോ, അത് പോകുന്നില്ല എന്ന്. ഇത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാവേണ്ടത്? വയസ്സാവുമ്പോൾ ആഗ്രഹം പോകും എന്ന് ആരും വിചാരിക്കണ്ട. ആഗ്രഹം പോകണമെങ്കിൽ മുൻകൂട്ടി അതിൽ പ്രബുദ്ധത വളർത്തി നമ്മുടെ ജീവിതത്തിന് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് 4 ആശ്രമങ്ങളുണ്ട്. അതിൽ വാനപ്രസ്ഥം, സന്യാസം എന്ന 2 എണ്ണത്തിനെ കുറിച്ച് ഗൃഹസ്ഥന്മാർ ചിന്തിക്കാറേ ഇല്ല. ഞാനോ മുത്തശ്ശനായി, എൻ്റെ പേരക്കുട്ടിക്കും കൂടി ഒരു കുട്ടിയായി, ഞങ്ങൾ 4 തലമുറയാ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരാ. അവർ പറയേണ്ടത് എന്താ? മക്കൾക്ക് പ്രായമായി, അവർ കാര്യങ്ങൾ നോക്കിക്കോളും, അപ്പം ഞങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. അച്ഛനമ്മമാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ആവശ്യം അവർക്കില്ല. എന്തെങ്കിലും ചോദിച്ചാൽ പറയും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുക, വാനപ്രസ്ഥ ജീവിതം എടുക്കുക. ഞങ്ങളുടെ ആശ്രമത്തിൽ ഇങ്ങനെ വാനപ്രസ്ഥം എടുത്ത ഒരു ദമ്പതികൾ അപ്പോൾ അവിടെ വന്ന് താമസിക്കുന്ന കാലമാണ്. അവർ ഡൽഹിയിൽ CIRDയിലാണ് സ്വതവേ താമസിക്കുന്നത്. കുട്ടികൾ വളരെ വിശേഷപ്പെട്ട ഉത്സാഹത്തോടു കൂടി ചില ചടങ്ങുകളോട് കൂടിയിട്ടാണ് പറഞ്ഞയച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ദുർഗുണങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള കാലമാണ് യുവത്വം. ചെറുപ്പം മുതൽക്ക് തന്നെ അതിനുള്ള സംസ്കാര ശേഖരണം നിങ്ങൾ നടത്തണം. ഈ ശ്ലോകങ്ങൾ അങ്ങോട്ട് മുമ്പേ ചൊല്ലി നോക്കൂ. അംഗം ഗലിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദപിനമുഞ്ചതി ആശാപിണ്ഡം. നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവശാദി വികാരം മനസി വിചിന്തയ വാരം വാരം. കുട്ടികളെ ആദ്യമേ പഠിപ്പിച്ച് ഒരു 16, 17, 18 വയസ്സാവുമ്പോൾ ഈ വക ശ്ലോകങ്ങളൊന്ന് വായിച്ച് ഉരുവിട്ട് അർത്ഥവും പറഞ്ഞു കൊടുത്ത് അവരോട് ഇങ്ങനെ ചൊല്ലാൻ പറയൂ. വേറെ ഒന്നും വേണ്ട, നല്ലൊരു രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം. സ്ത്രീകളുടെ നാഭി സ്തനഭരദേശം ഇതെല്ലാം കൂടി കണ്ടിട്ട് മാഗാ മോഹാവേശം, അതിലൊരു മോഹമോ ഒരു അന്ധതയോ ജനിക്കരുതപ്പാ. അതില്ലാതെ ഇരിക്കാൻ എന്ത് വേണം? ഏതത് ഇത് മുഴുവനും മാംസവശാദി വികാരം. മാംസം വശ എന്നീ പല കൊഴുപ്പുകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് മുഴുവനും എന്ന് മനസ്സി വിചിന്തയ വാരം വാരം. ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ആലോചിക്കൂ. നമ്മുടെ വിചാരം നല്ല വഴിക്കുമാകാം, അല്ലാത്ത വഴിക്കുമാകാം. വൈരാഗ്യം ജനിപ്പിക്കാനായി എത്രയോ നല്ല ശ്ലോകങ്ങൾ ഭർതൃഹരി വൈരാഗ്യ ശതകത്തിൽ എഴുതിയിട്ടുണ്ട്.
ഇപ്പം യോഗവാസിഷ്ഠത്തിലാണെങ്കിലോ എത്ര ശ്ലോകങ്ങളാണ്. വൈരാഗ്യപ്രകരണം, മുമുക്ഷുപ്രകരണം, പലതും അതിലുണ്ട്. അത് നോക്കി വായിച്ച് 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 എത്രയാ നന്ന. ബാല്യേ ഗതേ കൽപ്പിത കേലിലോലേ മനോമൃഗേ ദാരദരീഷു ജീർണേ. ഓർമ്മ വരില്ല, അവിടെ ഇരിക്കട്ടെ. ഏതന്മാംസവശാദിവികാരം മനസി വിചിന്തയ വാരം വാരം. നമ്മുടെ ശാസ്ത്രത്തിനുള്ളൊരു വിശേഷം, എന്തു പറയോ ആ പറയുന്നതിനുള്ള കാരണം കാര്യം പറഞ്ഞൊപ്പിക്കും. വയസിഗതേ കഹ് കാമവികാരഃ ശുഷ്കേ നീരേ കക്കാസാരഃ ക്ഷീണേ വിത്തേ കഃ പരിവാരോ ജ്ഞാതേ തത്വേ കസംസാരഃ. ഈ ചോദ്യം നിങ്ങൾ എടുത്തിടുവപ്പ. വയസിഗതേ കഹ് കാമവികാരഃ. മനുഷ്യനെല്ലാം കൂടി ഒരു 80-90 വയസ്സ് ആയുസ്സുണ്ടെന്ന് നോക്കിയാൽ അതിലാദ്യത്തെ കുറേ കാലം നമ്മൾ കുട്ടികളാണ്, പ്രായമുപ്പ് വന്നിട്ടില്ല. യുവത്വം പോയാലും പിന്നെയും നമ്മൾ 10, 15, 20 വയസ്സൊക്കെ താമസിക്കും. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ തലവേദന എന്താ? പെൻഷൻകാർക്ക് വയസ്സ് കൂടുന്നതാണ്. അപ്പോൾ വയസ്സ് കൂടുമ്പോൾ പെൻഷൻ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പെൻഷൻ പദ്ധതി നിർത്താൻ പോവാന്ന്. എല്ലാവർക്കും പെൻഷൻ അനുവദിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഒരു 15 കൊല്ലം താമസിക്കും. അത് കഴിഞ്ഞാൽ അപ്പോൾ 70, 75 ആയിട്ട് ചാവണില്ല. അപ്പോൾ പെൻഷൻ കൂടുതൽ കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ യുവത്വം പോയിട്ടും നമ്മൾ 2, 3 ദശാബ്ദങ്ങളൊക്കെ ജീവിക്കും. ആ സമയത്ത് ഈ വക കോളകളൊക്കെ ഉണ്ടോ? വയസിഗതേ കഹ കാമവികാരഃ. വയസ്സങ്ങോട്ട് പോയി യുവത്വം അങ്ങോട്ട് പോറി എന്ന് പറഞ്ഞാൽ കാമവികാരം അങ്ങനെ ശക്തമായി നമ്മളെ ബന്ധപ്പെടുത്താറുണ്ടോ, കഷ്ടപ്പെടുത്താറുണ്ടോ? ശുഷ്കേ നീരേ കക്കാസാരഃ. വെള്ളം വറ്റിയാൽ പിന്നെ ഒരു പൊയ്കയോ തടാകമോ അവിടെ ഉണ്ടാകുമോ? ഇല്ലല്ലോ. ക്ഷീണേ വിത്തേ കഹ് പരിവാരോ. നമ്മുടെ കയ്യിലുള്ള പണമൊക്കെ കുറഞ്ഞു എന്ന് വെച്ചാൽ ബന്ധുബാന്ധവന്മാരിൽ വരൽ കുറയും. മറ്റത് അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, നമുക്ക് വേണം ചോദിക്കാം. ഇപ്പം അവർ തന്നെ സോബ്ലാങ്കികളാണ്, അവരുടെ കയ്യിൽ തന്നെ ഇല്ല. അപ്പോൾ പിന്നെ അവിടേക്ക് പോകേണ്ട ആരും വരില്ലയെന്ന്. പഴങ്ങളൊക്കെ ഒതുങ്ങിയാൽ പിന്നെ പക്ഷികളൊക്കെ പോവോ മരത്തിലേക്ക്? അതുപോലെ ക്ഷീണേ വിത്തേ കഹ് പരിവാരോ ജ്ഞാതേ തത്വേ കസംസാരഃ. പരമാർത്ഥം, പരമതത്വം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണെന്നും അത് വാസ്തവത്തിൽ ഇല്ല എന്നും നമുക്ക് മനസ്സിലാവും. ഈ വക സത്യങ്ങളൊക്കെ പറഞ്ഞ് ഉദ്ബോധിപ്പിച്ച് മനസ്സിലുള്ള ദൂഷ്യങ്ങളെ നാം അകറ്റണം, അകറ്റണം, അകറ്റണം. ഈ ശ്ലോകങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ 100 കണക്കിനോ 1000 കണക്കിനോ ചൊല്ലിയിട്ടുണ്ടാവും. എനിക്ക് വലിയ ഇഷ്ടമാണ്. വയസിഗതേ കഹ് കാമവികാരഃ ശുഷ്കേ നീരേ കക്കാസാരഃ ക്ഷീണേ വിത്തേ കഹ പരിവാരോ ജ്ഞാതേ തത്വേ കസംസാരഃ. മാ ഗുരുധനജന യൗവനഗർവം ഹരതി നിമേഷാത് കാലസർവം മായാമയമിദമഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം മൂഢമതേ. എന്താ നാവ് പേരില്ലേ? എന്തൊരു രസവും സന്തോഷമാണെന്നറിയോ നമ്മൾ ചൊല്ലുന്നത്? നമ്മൾ തന്നെ കേൾക്കണം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം മൂഢമതേ. അങ്ങനെ കേട്ട് കേട്ട് ചൊല്ലി നോക്കൂ. ആത്മരസം, ആത്മരസം തളച്ചങ്ങനെ പൊന്തി വരും.
ഈ വക കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞ മാതിരി അവരോടൊക്കെ ഇതൊന്ന് വായിച്ച് കുറേ അർത്ഥം പറഞ്ഞു കൊടുത്ത് ചൊല്ലാൻ പറയുമപ്പാ. എല്ലാവരും കൂടി ചെല്ലുമ്പോൾ ഒരു കൂട്ടച്ചൊല്ലൽ അത് തന്നെ നന്നായിരിക്കും. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് തച്ചനാത്തുകാവ് ക്ഷേത്രത്തിൽ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഇതൊക്കെ ചൊല്ലാറുണ്ട്. സഹസ്രനാമം, ശിവാപരാധ ക്ഷമാപണ സ്തോത്രം, ദേവിയുടെ സ്തോത്രം, പലതും ഞങ്ങൾ കൂടെ ഇരുന്ന് മണ്ഡപത്തിലിരുന്ന് ഇങ്ങനെ ജപിക്കും. അതൊരു സംസ്കാരമാണ്, ഒരു കൾച്ചറാണത്. ഇതൊക്കെ നമ്മൾ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ നല്ലത്. അറിവ് രണ്ട് തരത്തിലാണ്. ഒന്ന് വിഷയവിദ്യ, പിന്നെ ഒന്ന് വിഷയി വിദ്യ. വൺ ഈസ് കോൾഡ് ദി ഓബ്ജക്റ്റ് നോളജ്, അനദർ ഈസ് കോൾഡ് ദ സബ്ജക്റ്റ് നോളജ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഓബ്ജക്റ്റ് അല്ല, ഓബ്ജക്റ്റിന് എതിർഭാഗത്തുള്ളതാണ്. ഇന്ദ്രിയങ്ങൾക്ക് മുമ്പ് ചുറ്റുമുള്ളതെല്ലാം വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ കണ്ട് ഗ്രഹിക്കുന്നതാണ് വിഷയി. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും അവിടെ മനസ്സുണ്ടല്ലോ, വിചിന്തനമുണ്ടല്ലോ, ബുദ്ധിയുണ്ടല്ലോ, വിചാരമുണ്ടല്ലോ. എന്താണത്? എവിടുന്നാണ് പുറപ്പെടുന്നത്? എന്താണിതിൻ്റെ വ്യാപ്തി? കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ പ്രത്യക്ഷമാണ്, അവയ്ക്ക് ഫലമുണ്ട്. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തി പ്രത്യക്ഷമല്ലെങ്കിലും അവയ്ക്ക് ഫലമില്ല എന്നുണ്ടോ? ഫലം കൂടുതലാണോ? ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ സങ്കല്പത്തിൽ നിന്ന് വിരിഞ്ഞതല്ലേ സഭ്യത മുഴുവനും. ഈ പന്തൽ എങ്ങനെ ഉണ്ടായി? ഈ കസേരകളൊക്കെ എങ്ങനെ ഉണ്ടായി? മൈക്ക് എങ്ങനെ ഉണ്ടായി? ഈ സദസ്സ് തന്നെ എങ്ങനെ ഉണ്ടായി? എന്താ അതിന് കാരണം? മനുഷ്യലോകത്തിൽ മനുഷ്യൻ രചിച്ചു കൂട്ടിയതല്ലാതെ പഞ്ചഭൂതങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ എന്താണ് മനുഷ്യലോകത്തിലുള്ളത്? നാം കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നാം പാർക്കുന്ന വീട്, നാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എല്ലാം തന്നെ മനുഷ്യബുദ്ധിയും മനസ്സും ആലോചിച്ച് രൂപപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. സങ്കല്പത്തിൻ്റെ ശക്തി എത്രയോ ആണ് സങ്കല്പത്തിൻ്റെ ശക്തി. സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് ഉണർവിൽ നിന്ന് മാത്രം സ്ഫുരിക്കുന്നതാണത്. ഉണർവ് എങ്ങനെയോ അതുപോലെ ശക്തിമത്താണത്. ആസ് ഈസ് കോൺഷ്യസ്നെസ് പവർഫുൾ ആൻഡ് റിസോഴ്സ്ഫുൾ, സോ ഓൾസോ ഈസ് ദ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റീവ് തോട്ട് പ്രൊസീഡിങ് ഫ്രം കോൺഷ്യസ്നെസ്. ശുദ്ധബോധത്തിന് എത്രത്തോളം ശക്തിയും മികവും കഴിവുമുണ്ടോ അതുപോലെ തന്നെ കഴിവ് അതിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫുരണങ്ങളായ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കുമുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ചൊല്ലിയാൽ എന്തുണ്ടാവും? ഞാൻ പറഞ്ഞ മാതിരി കുട്ടികൾക്കും എല്ലാവർക്കുമൊക്കെ സഹായമാണ്. 8ാമത്തെ ശ്ലോകം. ഇഹാമുത്ര വിരക്തസ്യ നിത്യാനിത്യവിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷിക. ഇതും നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇഹാമുത്ര വിരക്തസ്യ നിത്യാനിത്യവിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷിക. ഞാൻ ഈ ശ്ലോകം വായിച്ച് നിങ്ങളോടൊന്ന് പറയണമല്ലോ. അപ്പോൾ ഒന്നിങ്ങനെ ആലോചിക്കുകയുണ്ടായി, ഇതെങ്ങനെയാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന്. എന്താ കാരണം? മോക്ഷം വേണം എന്ന് വിചാരിക്കുന്നവർ, ഇഹാമുത്ര വിരക്തസ്യ, ഇഹലോകത്തിലുള്ള കാര്യങ്ങളും മരിച്ചുപോയാൽ കിട്ടും എന്ന് പറയുന്ന സ്വർഗാദി കാര്യങ്ങളും, ഈ രണ്ടെണ്ണത്തിലും വേണ്ടതുപോലെ വിരക്തി വന്നവനാണ് മുമുക്ഷു. വിവേകം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മജ്ഞാനം ബ്രഹ്മവിദ്യ പഠിക്കണമെങ്കിൽ അതിന് അധികാരിയാവണം എന്ന് പറയും. ഒരു ക്വാളിഫിക്കേഷൻ. എന്താ ക്വാളിഫിക്കേഷൻ? സാധന ചതുഷ്ടയം. 4 വിധത്തിലുള്ള ആ ഗുണങ്ങളോ യോഗ്യതകളോ വേണം. അതിലാദ്യത്തതാണ് നിത്യാനിത്യവസ്തു വിവേകം. നിത്യാനിത്യവസ്തു വിവേകം. ഏതെങ്കിലും ഒരു വസ്തു കണ്ടാലോ കേട്ടാലോ അത് നിത്യമായി നിൽക്കുമോ അതോ അനിത്യമോ എന്നിങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ പഞ്ചഭൂതങ്ങളടക്കം എല്ലാം തന്നെ ഇവിടെ അനിത്യമാണ്. ഒരു ദിവസം കൊണ്ട് ഇല്ലാതെയായോ, ഒരു ദശാബ്ദം കൊണ്ടോ, ഒരു ചതുർയുഗം കൊണ്ട് ഇല്ലാതെയായോ എന്നുള്ള ചോദ്യമില്ല. പരിവർത്തനമുണ്ടോ? ഇല്ലാതെയാവോ? ഒരു കാലത്ത് സൂര്യൻ
തണുക്കും ഒരു കാലത്ത്. ഇപ്പോൾ ചുട്ടുപഴുക്കുന്ന സൂര്യകിരണങ്ങളാണ്. ആ കിരണങ്ങളുടെ സ്ഥാനത്തിൽ അവിടെയുള്ള ദ്രാവകമെല്ലാം തീർന്ന് അതിന് ചൂട് തരാൻ പറ്റാതെ ആവുന്ന ഒരു കാലം വരുമപ്പാ. നിങ്ങളും ഞാനും ഉണ്ടാവില്ല, ഉണ്ടാവും എന്ന് പറയാൻ സാധിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി. അളക്കാൻ പറ്റാത്തത്ര വെള്ളമുള്ള ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു കോപ്പ കൊണ്ടായാലും വെള്ളമെടുത്ത് ഇങ്ങനെ കളഞ്ഞ് പോന്നാൽ ഒരു ദിവസം അത് വറ്റില്ലേ? എന്താ മിണ്ടാത്തെ? വറ്റുമോ? നിങ്ങളുടെ കയ്യിൽ 10 കോടി ഉറുപ്പിക ഉണ്ടെങ്കിലും കുറേശ്ശെ ആയിട്ട് ചെലവ് ചെയ്താൽ ഒരു കാലത്ത് അത് ഇല്ലാതെ ആവില്ലേ? അതുപോലെ ഈ ലോകവസ്തുക്കൾ മുഴുവൻ ഇല്ലാതെയാവുന്നതാണ്. ഈ ലോകവസ്തുക്കൾ ഇല്ലാതെയാവുകയാണെങ്കിൽ പരലോകത്തിലും അതുപോലെയാണ്. പരലോകം സാപേക്ഷികമാണ്, ഇഹലോകത്തോട് താരതമ്യപ്പെടുത്തി പറയുകയാണ്. അപ്പോൾ അവിടെയും ഇത് തന്നെ കഥ. അത് മനസ്സിലാക്കി നിത്യാനിത്യ വിവേകിനഃ, നിത്യം അനിത്യം എന്ന വകഭേദങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന മനുഷ്യൻ ആശ്ചര്യം മോക്ഷകാമസ്യ, മോക്ഷം വേണം, മുമുക്ഷുവാണ് എന്ന് പറഞ്ഞ് പരിശ്രമിക്കുന്ന ഒരാളുണ്ടല്ലോ, ആശ്ചര്യമെന്ന് പറയട്ടെ. മോക്ഷാദേവ വിഭീഷിക, മോക്ഷത്തിൽ നിന്ന് പോലും പേടിക്കുകയാണത് അവർ. കേൾക്കണുണ്ടോ നിങ്ങൾ പറയണത്? മോക്ഷത്തിൽ നിന്ന് പോലും പേടിയാണത്ര. എന്താ ഈ വാക്കിന് അർത്ഥം? നിങ്ങൾക്ക് ബാധകമാണോ അല്ലയോ എന്നതിരിക്കട്ടെ, ഒരു ശാസ്ത്രവിജ്ഞാപനമായതുകൊണ്ട് നമ്മളെല്ലാം അതിന് മുൻതൂക്കം കൊടുത്ത് മനസ്സിലാക്കണം. ഈ മോക്ഷം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ് മനസ്സ്. ആ മനസ്സിന് ദിശ നൽകുന്നതാണ് ബുദ്ധി. ഈ മനസ്സും ബുദ്ധിയും അവ രണ്ടിൻ്റെയും പ്രവർത്തനം നിർത്തി ശബ്ദവും പുറപ്പെടുന്നില്ല, കൈകാലുകൾ അനങ്ങുന്നില്ല എന്നായി പൂർണ്ണമായ ഒരു നൈശ്ചല്യം നമ്മളിൽ വന്നാൽ ആ നൈശ്ചല്യമാണ് വാസ്തവത്തിൽ മോക്ഷം. അപ്പം ഞാൻ ചെറുപ്പകാലത്ത് ഇവിടെ ഒരിക്കൽ പാലക്കാട്ടിൽ റോട്ടറി ക്ലബ്ബിൽ പോയി സംസാരിച്ചു ആദ്യമായി. ഇതിപ്പോൾ 1960-ലാണ്. അപ്പോൾ അവിടുന്ന് പ്രബലനായ ഒരു മനുഷ്യൻ എണീറ്റ് ചോദിക്കുകയാണ്, നമ്മളിങ്ങനെ ധ്യാനിച്ച് എല്ലാം ഇല്ലാതെയായി പോയി നിർവികൽപ്പം സമാധിയൊക്കെ വന്നാൽ അവിടെ അവശേഷിക്കുന്ന അനുഭവം അനുഭവിക്കാൻ ആരുണ്ടാവും? ഞാൻ തന്നെ പോയില്ലോ എന്നാ പറയണത്. ഈ ഉള്ളത് എപ്പോഴെങ്കിലും ഇല്ലാതെയാവോ? എന്താ ഇവരും മിണ്ടാത്തെ? ചോദിച്ചിട്ട് വേണമല്ലേ. ഉണ്ട് എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ഉള്ളത് നിലനിൽക്കുന്നതാണെങ്കിൽ അത് നിലനിൽക്കാതെ ആവില്ല, ഒരുപോലെ നിൽക്കും അത്. അപ്പം പിന്നെ ആരുണ്ടാവും എന്താ ചോദിക്കണേ? ഉറക്കത്തിലെല്ലാം ഇല്ലാതെ ആവുന്നില്ലേ? എണീറ്റ് കഴിഞ്ഞാലോ? ഉറങ്ങി ഞാൻ ചെത്തു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എണീക്കുന്നുണ്ടോ? എല്ലാം ഇല്ലാതെ ആവുന്ന ഉറക്കത്തെയും ഉറങ്ങിയതിന് ശേഷം ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞ് അനുഭവസിദ്ധമായിട്ടാണ് എണീക്കുന്നത്. അതുപോലെ ഈ ഞാൻ ഒരിക്കലും ഇല്ലാതെ ആവില്ല. പിന്നെ ഇല്ലാതെ ആവുന്നത് എന്താ? മനസ്സിൻ്റെ പ്രവർത്തനം, ബുദ്ധിയുടെ പ്രവർത്തനം, അഹങ്കാരത്തിൻ്റെ തള്ളിച്ച, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എല്ലാം ശാന്തമാകും. ആ സംശാന്തമായിരിക്കുന്ന അവസ്ഥയാണ് ഈ സമാധി, നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിൽ പോവാൻ കൂടി അവർക്ക് പേടികളാണത്രേ. നമ്മുടെ രാജ്യത്തിൽ ഹഠയോഗം, ശരീരം കൊണ്ട് ചെയ്യുന്ന യോഗവും യോഗാസനങ്ങളും ഒക്കെ ധാരാളമുള്ള കാലമാണിപ്പോൾ. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇന്ത്യയിലെ യോഗം സമ്മതിച്ചു കഴിഞ്ഞു അവർ, വളരെ അത്യാവശ്യമാണെന്ന്. ഇപ്പോൾ സംസ്കൃതത്തിൽ വേദങ്ങളും അതുപോലെയുള്ള മന്ത്രങ്ങളുമൊക്കെ ചൊല്ലുന്നത് ജപ്പാനിൽ, ഫ്രാൻസിൽ, ബ്രിട്ടനിൽ, അമേരിക്കയിൽ സർവ്വസ്ഥലത്തും ഇപ്പോൾ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. നമുക്കാണത് വേണ്ടാത്തത്. യോഗം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ഒന്ന് മറ്റൊന്നിൽ പ്രവേശിച്ച് ലയിച്ച് ഇല്ലാതെയായി ഒന്നു മാത്രമായി നിൽക്കുന്നതാണ് യോഗം. അങ്ങനെ ഒരു യോഗം പുറത്തു സാധ്യമല്ല, ശരീരത്തിൻ്റെ തലത്തിൽ പറ്റില്ല, മനസ്സിൽ മാത്രമേ ഉള്ളൂ. എന്താണ് ആ യോഗം? ചിന്തനം ചിന്തകൻ. ചിന്തകൻ ചിന്തിക്കുന്നു, തന്മൂലം ചിന്തയുണ്ടാകുന്നു. അങ്ങനെ 3 സ്ഥാനങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ചിന്തകൻ, ചിന്തനം, ചിന്ത. ചിന്ത പരിണത ഫലമാണ് വിചിന്തനത്തിൻ്റെ.
വിചിന്തനമോ ചിന്തകൻ്റെ പ്രവൃത്തിയാണ്. അപ്പം ഇങ്ങനെ 3 എണ്ണം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് പരിശോധിച്ച് ചെന്നാൽ ഈ ത്രിപുടി എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ട അവിടെ ഉണ്ടാവില്ല, എല്ലാം ഒന്നാ. അവിടെ ഒന്നന്നെ ഉള്ളൂ. അതാണ് ഒന്ന് ഇനിയൊന്നിൽ ലയിച്ച് ചേർന്ന് ഇല്ലാതെ ആവുക, ഒന്ന് മാത്രമാവുക എന്ന്. അപ്പം ചിന്തനത്തിലും ചിന്തനം ചിന്തകനിലും ചിന്തകൻ ആയ ഒരു പൂർവ്വവസ്തുവുണ്ട്, ആ പൂർവ്വവസ്തുവിലും ലയിച്ചു ചേർന്ന് ഇല്ലാതെയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണത്. അതിനെയാണ് മാണ്ഡൂക്യോപനിഷത്ത് നാന്തഃ പ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോഭയത പ്രജ്ഞം പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയ എന്നിങ്ങനെ പ്രഖ്യാപിച്ചത് വലിയ ഒരു ഡിസ്കവറിയാണ്, കണ്ടുപിടുത്തമാണത്. ആ കണ്ടുപിടുത്തത്തിനെ ഘടുഘട മാറ്റിവെക്കാൻ ഇന്നേ വരെ ലോകത്തിന് സാധിച്ചിട്ടില്ല, സാധിക്കൂല. അവരെല്ലാവരും അതിനെ സ്ഥിരീകരിക്കാനേ പറ്റുള്ളൂ. നാന്തഃപ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോഭേദപ്രജ്ഞം ന പ്രജ്ഞം നാപ്രജ്ഞം. എന്താ ഇതിനർത്ഥം? ഇറ്റ് ഈസ് നൈദർ ഇന്നർ കോൺഷ്യസ്നെസ് നോർ ഔട്ടർ കോൺഷ്യസ്നെസ് നോർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് നോർ അൺകോൺഷ്യസ്നെസ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടപ്പാ, അതിനെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഇപ്പം എല്ലാം ഉണരുന്നത് എന്തോ അത് തന്നെ മറ്റേതിനെ ഉണർന്നോളും. ചിന്തകളെ ഉണരുന്ന അതേ മനസ്സ് നിശ്ചിന്തതയെയും ഉണർന്നോളും. അതിനാരാ എന്താണെന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട, അത് നടന്നോളും ആ പ്രക്രിയ. പക്ഷെ അവർ പേടിക്കുക. നമ്മുടെ ഗൗഡപാദർ മാണ്ഡൂക്യോപനിഷത്തിന് കാരിക എഴുതിയിട്ടുണ്ട്. ആ കാരികയിൽ പറയുകയാണ്, അസ്പർശയോഗോ വൈനാമ ദുർദർശ സർവയോഗിഭിഃ യോഗിനോ ബിഭ്യതി ഹ്യസ്മാത് അഭയേ ഭയദർശിനഃ. എനിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 20-21 വയസ്സായിട്ടുണ്ടാവും. അപ്പം ഞാനിത് വായിച്ചപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. എന്താ അവിടെ പറയണത് ഗൗഡപാദൻ? അസ്പർശയോഗോ വൈനാമ. ഈ ബ്രഹ്മവിദ്യ അതിൽ ചെയ്യുന്ന മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അത് അസ്പർശയോഗമാണത്രേ. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. നാലാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. ശ്രുത്വാപി ശുദ്ധചൈതന്യം ഒരുമിച്ച്. ശ്രുത്വാപി ശുദ്ധചൈതന്യം ആത്മാനമതിസുന്ദരം ഉപസ്ഥേത്യന്തസംസക്തോ മാലിന്യമധിഗച്ഛതി സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി മുനേർജാനത ആശ്ചര്യം മമത്വമനുവർത്തത്തെ ആസ്ഥിതഃ പരമാദ്വൈതം മോക്ഷാർത്ഥേപി വ്യവസ്ഥിതഃ ആശ്ചര്യം കാമവശഗോ വികലഃ കേലിശിക്ഷയാ ഉദ്ഭൂതം ജ്ഞാനദുർമിത്രം അവധാര്യാതി ദുർബലഃ ആശ്ചര്യം കാമമാകാംക്ഷേത് കാലമന്തമനുശ്രിതഃ ഇഹാമുത്ര വിരക്തസ്യ നിത്യാനിത്യവിവേകിനഃ ആശ്ചര്യം മോക്ഷകാമസ്യ മോക്ഷാദേവ വിഭീഷിക. സ്പർശം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒന്ന് മറ്റൊന്നിനെ തൊടുകയാണ്. അപ്പം സ്പർശം എന്ന് പറഞ്ഞാൽ അവിടെ 2 ഘടകങ്ങളില്ലാതെ പറ്റില്ല. അതിനാൽ ഈ നിർവികൽപ്പ സമാധി, ധ്യാനം, സമാധി എന്നൊക്കെ പറയുന്ന ആ ദശകളുണ്ടല്ലോ, അതിന് പരിശ്രമിക്കുന്നവർ എന്തിനാ പരിശ്രമിക്കണേ? ഈ സ്പർശം എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ ഇല്ലാതെയാവാൻ. അസ്പർശയോഗോ വൈനാമ.
ബുദ്ധി കൊണ്ട് ഇങ്ങനെ കേട്ട് ആലോചിച്ച് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ചിന്ത എന്ന് പറയുന്നത് പരിണത ഫലം. എന്തിൻ്റെ? വിചിന്തനം എന്ന് പറയുന്ന പ്രക്രിയയുടെ. ആ പ്രക്രിയ എവിടുന്ന് തുടങ്ങിയ ആരാ കർത്താവ്? ചിന്തകൻ. അപ്പോൾ ചിന്തിക്കാതെ ഇരിക്കുന്ന സമയത്തോ അവിടെ ചിന്തകനും ഇല്ല. അപ്പോൾ ചിന്തകൻ തന്നെ എവിടുന്നാ പിന്നെ പുറപ്പെടുന്നത്? അതാണ് നാലാമത്തതൊന്ന്. ഇത് മൂന്നും ത്രിപുടി ഒന്നും ഇല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ യോഗാഭ്യാസമൊക്കെ നടത്തുന്ന ഹഠയോഗികൾ അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവരൊരു ചോദ്യം ചോദിക്കുകയാണ്, സ്വാമിജി, നമ്മുടെ അഹങ്കാരം പോലും ഇല്ലാതെ ആയാൽ അവിടെ ഉണ്ടാവുന്ന അനുഭവം ഗ്രഹിക്കാനോ പറയാനോ ആരുണ്ടാവുന്നു? അപ്പം ഞാൻ തന്നെ പോയാൽ പിന്നെ എന്താ അവശേഷിക്കുകയെന്ന് ഒരു ചോദ്യം. ഇവർക്ക് വലിയ ഭയമാണത്. അദ്ദേഹം പറയാണ്, അസ്പർശയോഗോ വൈനാമ ദുർദർശ സർവയോഗിഭി. ഈ ദേഹത്തിൽ വിശ്വസിച്ച് ആസനങ്ങൾ മാത്രം എടുത്ത് നടക്കുന്ന കൂട്ടരുണ്ടല്ലോ, അവർക്ക് ആ ശരീരത്തിന് വേണ്ടതുപോലെ നിലനിർത്തണം എന്നുള്ളൊരു വിചാരമാണ്. ശരീരവിലക്ഷണമായ ഒരു ചൈതന്യ വിശേഷത്തെക്കുറിച്ച് ചിന്തിക്കാനോ അതിൽ നുഴഞ്ഞു കയറാനോ അവർ പരിശ്രമിക്കില്ല. അപ്പം അവർക്കോ ദുർദർശ, എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിന് മനസ്സ് വേണം, ബുദ്ധി വേണം, ശാസ്ത്രം ചർച്ച ചെയ്യണത് കേൾക്കാൻ പോകണം, മഹാത്മാക്കളോട് ബഹുമാനമൊക്കെ വേണം. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഉദാരബുദ്ധി ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കല്ല. നന്മ നമുക്കുണ്ടെങ്കിൽ നന്മ കൊണ്ട് ഉള്ള ഫലം, സമ്മാനം നമുക്കാണ്. അപ്പം അതെപ്പോഴും നമുക്കാണ്. അവർക്ക് ദുർദർശ സർവയോഗിഭി യോഗിനോ ബിഭ്യതിഹ്യസ്മാത്. ഇതിൽ നിന്ന് യോഗികൾ ഭയപ്പെടുന്നു അത്രേ. വാസ്തവത്തിൽ ഈ സ്ഥിതി എന്താ? അഭയേ ഭയദർശിന. ഈ 2 എന്നില്ലെന്ന് വന്നാൽ നമ്മളെ കാമിപ്പിക്കാനോ ഭയപ്പെടുത്താനോ മത്സരിപ്പിക്കാനോ ദ്വേഷ്യപ്പെടുത്താനോ ഒന്നുമില്ലല്ലോ. എല്ലാം തന്നെ നിന്ന് നമ്മളെ ശുദ്ധ സത്വമായി തീരും. ആ വിശേഷപ്പെട്ട ആ സ്ഥിതിയും ആ ചിന്താഗതിയും അവരുടെ മനസ്സിൽ ഭയമുണ്ടാക്കി തീർക്കണു. അഭയേ ഭയദർശിന. എൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന് ഡയറക്ടർ ആവാൻ വേണ്ടി പ്രൊമോഷൻ്റെ സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ അഡ്മിനിസ്ട്രേഷനിൽ മേപ്പെട്ട് പോയി ഡയറക്ടർ ആവണ്ടാണ്. എന്നിട്ട് റിസർച്ചിന് വേണ്ടി സമയം ചെലവ് ചെയ്ത് ആ സമയത്താണ് അദ്ദേഹം ലേസർ ആ ഗ്ലാസ് കണ്ടുപിടിച്ചത്. അവരുടെ ടീം അദ്ദേഹത്തിന് എമിരറ്റസ് പ്രൊഫസറൊക്കെ ആക്കി. ആശ്രമത്തിലൊക്കെ വന്ന് താമസിക്കാറുണ്ട്. അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് ദീക്ഷ മേടിച്ച് ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ വളരെ ശാന്തമായിട്ടേ സംസാരിക്കൂ. ഇങ്ങനെ ശാന്തമായി സംസാരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. വളരെ. അപ്പോൾ അദ്ദേഹം ദീക്ഷ കഴിഞ്ഞിങ്ങനെ ധ്യാനിക്കുമ്പോൾ എല്ലാം മന്ത്രവും തന്ത്രവും ഒക്കെ പോവും. അപ്പം അദ്ദേഹം പറയുക, ഇങ്ങനെ എല്ലാം പോകുമ്പോൾ സ്വാമിജി എനിക്ക് പേടിയാവുന്നു. എന്താണാവോ വരിക? എല്ലാം പോകുമ്പോഴേ ഒരു പേടി ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യണത്? ധ്യാനിക്കുന്നു. എത്ര മംഗളകരമായ ഒരു പ്രവൃത്തിയാണ്. ഈശ്വരൻ്റെ ലോകത്തിന് കള്ളനെയും മുള്ളനെയും തസ്കരനെയും ഭീകരനെയും ഒക്കെ വാഴിക്കുന്നുണ്ട് ഈ ഈശ്വരൻ. അവരാരും ചത്തുപോകണില്ല. ഭീകരനാണെന്ന് തോന്നിയാൽ ഉടൻ ചത്തു വീഴുന്നില്ല. എത്രയോ ആൾക്കാരെ കൊന്നിട്ടാണ് ചിലർ ചാവണത്. അപ്പം എല്ലാവരെയും നിലനിർത്തുന്ന ഈശ്വരൻ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളെ നിലനിർത്തില്ലേ? എന്തെങ്കിലും കേടുവരുമോ? നിങ്ങളെന്താ ചെയ്യണത്? ഏറ്റവും മംഗളകരമായ ഒരു പ്രവൃത്തി, ഒരാളെയും ഉപദ്രവിക്കുന്നില്ല. നമ്മൾക്ക് തന്നെ ലോകത്തിലുള്ള ആകർഷണ വികർഷണങ്ങളെല്ലാം ഉപശമിച്ച് ശുദ്ധചിത്തന്മാരാവണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രയാണമാണ്. അതിലെന്തിനാ പേടിക്കണേ? എന്താവശ്യം? ആരെ പേടിക്കണു? അത് വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഭയം പോയി. ധാരാളം ധ്യാനിച്ച് കണ്ണടിച്ച് സമാധിസ്ഥനായിരുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ ഭയം ഇല്ല എന്ന് വിചാരിക്കരുത്. വേറെ ചിലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമിജി ധ്യാനമൊക്കെ ശരി, ധ്യാനിച്ചേ എല്ലാം പോയി. അപ്പോൾ പേടിയാവണം. അയ്യോ, എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, എന്തെങ്കിലും വന്നാൽ എന്നെ രക്ഷിച്ചു കൊണ്ടുവരാൻ എന്നുള്ള ആലോചനയാണ്. ദിവസേന നിങ്ങൾ ഉറങ്ങണു. ഉറങ്ങിക്കഴിഞ്ഞാലോ
ചത്തത് തന്നെ. പിറ്റേ ദിവസം ആരാ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത്? പ്രതിദിനം മരിച്ച് എഴുന്നേൽപ്പിക്കുന്ന ആ മഹാപ്രഭാവം ഉള്ളിലുള്ളത് നിങ്ങൾ ധ്യാനിച്ച് സമാധിസ്ഥരായാലും എണീപ്പിക്കില്ലേപ്പ? എന്നത്ര ഭയപ്പെടേണ്ടത്? വിവേകം കൊണ്ട് വേണം ഈ കാര്യങ്ങളെ നേരിടാൻ. അപ്പോൾ സാധാരണ ഭയപ്പെടുകയാണ്. മോക്ഷത്തിൽ നിന്ന് പോലും വിഭീഷിക എന്ന് പറയുന്നു. ആര്? അഷ്ടാവക്രൻ ജനക മഹാരാജാവോട്. ഈ ജ്ഞാനം ബഹുമുഖമാണ്. അതിൻ്റെ സ്വാധീനങ്ങളും മഹിമയും കേന്ദ്രീകൃതമാണെന്ന് വിചാരിക്കരുത്. ഞാൻ ധ്യാനിച്ചു, എന്നിട്ട് എന്തുണ്ടായി? മനസ്സും ലയിച്ചു, ബുദ്ധിയും ലയിച്ചു, അഹങ്കാരവും മാഞ്ഞു. എന്നിട്ടോ ഞാൻ അങ്ങനെ ഇരുന്നു. എത്ര നേരം? 1 മണിക്കൂർ. സ്വാമിജി, ഇതെനിക്ക് 1 മണിക്കൂർ പോരാ, എപ്പോഴും ഇരിക്കണം. മദ്രാസിൽ വെച്ചൊരു കുട്ടി എന്നെ പെസ്റ്റർ ചെയ്തു. അപ്പം ഞാൻ അയാൾക്ക് അവിടെ ഇരുന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞു. കുറച്ച് നേരം എന്തോ ചെയ്തു എന്ന് വയ്ക്കാം. അത് കഴിഞ്ഞ് അയാൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് സ്വാമിജി, എന്തൊരാനന്ദം എനിക്ക് ഇതിൽ തന്നെ കഴിയണം, ഇതിൽ തന്നെ കഴിയണം. അതുവരെ എന്നോട് ചോദിച്ചത് വിവേകാനന്ദനെ, രാമകൃഷ്ണ പരമഹംസരെ എങ്ങനെയാ തൊട്ടിട്ട് എന്തോ മാതിരി ആക്കി തീർത്തേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് ഒരു ദിവസമാണ് ഇതുണ്ടായത്. അപ്പം അദ്ദേഹം പറയുക, അതിൽ തന്നെ കഴിഞ്ഞുകൂടണം എന്ന്. അത് നടക്കില്ല, ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്താ? നമ്മുടെ വ്യക്തിത്വം സുഭഗമാകണം, ധന്യമാകണം, നമ്മൾക്കുള്ള കഴിവുകൾ കൂടണം, അന്യനെ ഉപദ്രവിക്കാനുള്ള ചിന്തകൾ ഇല്ലാതെയാവണം, യജ്ഞവും ദാനവും തപസ്സുമൊക്കെ ധാരാളം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വ സമ്പുഷ്ടമായ വ്യക്തിത്വമാണ്. അതിന് പകരം ഇങ്ങനെ ധ്യാനിച്ച് എന്നിട്ട് അങ്ങനെ ചാവാനല്ല. അങ്ങനെ ആകുമ്പോൾ ഉറങ്ങി മരിച്ചാലും മതി, വ്യത്യാസമില്ല. അപ്പോൾ ഇത് വളരെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മഹിമ മുഴുവൻ എങ്ങനെയാ? ലോകത്തിൽ പ്രവർത്തിച്ച് വ്യവഹരിച്ച് ആ ജാഗ്രത അവസ്ഥയിൽ വേണം നമ്മുടെ നൈപുണ്യവും നമ്മുടെ നന്മയുമൊക്കെ പ്രകടമാവാൻ. അപ്പോൾ അഷ്ടാവക്രൻ പറയാണ്, ധീരസ്തു ഭോജ്യമാനോപി പീഡ്യമാനോപി സർവദാ ആത്മാനം കേവലം പശ്യൻ ന തുഷ്യതി ന ഗുപ്യതി. ഇതൊക്കെ ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ധീരസ്തു ഭോജ്യമാനോപി ധീരസ്തു ഭോജ്യമാനോപി പീഡ്യമാനോപി സർവദാ പീഡ്യമാനോപി സർവദാ ആത്മാനം കേവലം പശ്യൻ ആത്മാനം കേവലം പശ്യൻ ന തുഷ്യതി ന ഗുപ്യതി ന തുഷ്യതി ന കുപ്യതി. എന്താണ് ഈ ബ്രഹ്മവിദ്യാഭ്യാസം? സമ്പർക്ക സാധനയാണ്. കണ്ണു തുറന്നാൽ നമുക്ക് സമ്പർക്കമായി ലോകവസ്തുക്കളുമായി. ആ സമ്പർക്ക വേളയിൽ നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ പവിത്രമാക്കണം, ഉദാത്തമാക്കണം, സ്നിഗ്ധമാക്കണം, സ്വച്ഛമാക്കണം, സ്വതന്ത്രമാക്കണം, മുക്തമാക്കണം. നമ്മൾക്ക് സർവ്വ ബന്ധങ്ങളും ബന്ധനം വരുന്നത് ഈ പുറം വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം. അതിൽ വ്യക്തികളുണ്ടാവും, സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവും, സംഭവങ്ങളും ഉണ്ടാവും. ഇവയോട് കൂടിയിട്ടുള്ള സമ്പർക്കമാണ് ജീവിതം. ആ ജീവിതദശയിൽ ആ ജീവിതത്തിൻ്റെ കറയും കുറയുമാണ് നമ്മുടെ മനസ്സിൽ കടന്നുകൂടി കാർന്ന് തിന്നുന്നത്. അതിൻ്റെ കനം കുറച്ച് നമ്മളുടെ വ്യവഹാരവേളയിൽ നമുക്ക് ഒരു തരത്തിലുള്ള കനവും വരില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പരിശ്രമം തത്വവിചാരമാണ്. ധീരസ്തു ഭോജ്യമാനോപി പീഡ്യമാനോപി സർവദാ. ജനങ്ങളുടെ മധ്യത്തിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മളെ ആദരിക്കുന്നവരും പൂജിക്കുന്നവരും ഉണ്ടാകാം. അതിൻ്റെ ഇടയിൽ ചിലർ ഉപദ്രവിക്കുന്നവരും ഉണ്ടാകും. അങ്ങനെ നല്ല ജനങ്ങൾ വന്ന് നമ്മളെ സമൃദ്ധമായി ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, എന്തെല്ലാം വേണമോ അതൊക്കെ തന്ന് ഇനിയും തരാം എന്ന് പറയുന്ന കുറേ കൂട്ടരുണ്ടാവാം. അതിൻ്റെ ഇടയിൽ ചിലർക്ക് നമ്മളെ പിടിക്കില്ല. പീഡ്യമാനോപി സർവദാ. കുറേ കാലം മുൻപ് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന കാലം, ഇന്നത്തെ കാലത്ത് അതില്ലല്ലോ, വളരെ കുറവല്ലേ. അപ്പോൾ മദ്രാസിൽ നിന്ന് ഞാൻ വരികയാണ്, അന്ന് ചെന്നൈ അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ
ചിലരൊക്കെ ഉണ്ട്. ഇന്ന് എനിക്ക് 84 വയസ്സായി. അന്ന് എത്രയായിട്ടുണ്ടാവും എനിക്കറിയില്ല, ഓർമ്മയില്ല. എന്നാലും 30-ന് താഴെയാവും. അപ്പോൾ അവരെല്ലാവരും കൂടി ചോദിച്ചു, സ്വാമിജി ആരാ? ഞാൻ ഇന്ന ആളാണ്. സ്വാമിജി എങ്ങനെയാണ് ജീവിക്കണത്? എന്താ തൊഴിൽ? എനിക്കങ്ങനെ തൊഴിലില്ല, ഉള്ള തൊഴിലൊക്കെ വിട്ടിട്ടാണ് സന്യസിച്ചത്. വരുമാനമോ? അതും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞുകൂടണേ? എനിക്കറിയില്ല. ഞങ്ങളെപ്പോലെയുള്ളവരിൽ താല്പര്യമുള്ള കുറേ കൂട്ടരുണ്ടാവും. അവരെന്തെങ്കിലും തരും. ഭഗവാൻ അതിനൊരു വഴി വെച്ചിട്ടുണ്ടാവും. മലമ്പാമ്പ് പോലും വംശമറ്റ് പോയിട്ടില്ലല്ലോ, അതിനും ഭക്ഷണം നൽകുന്നുണ്ടല്ലോ ആരോ. ഇതാണ് മുത്തൻ മടി. അപ്പോൾ ബാക്കിയുള്ളവരുടെ അധ്വാനത്തിൽ ജീവിക്കുന്ന ഒരു കുഴുമടിയനാണല്ലേ. അങ്ങനെയാ തോന്നണേന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കരുത് എല്ലാവരും ഒരുപോലെയാണെന്ന്. പീഡ്യമാനോപി സർവദാ, എപ്പോഴും ഉപദ്രവിക്കുന്ന, ഉപദ്രവിക്കപ്പെട്ടാലും ആത്മാനം കേവലം പശ്യൻ. നമ്മളുടെ വ്യക്തിത്വം ആത്മാവാണ്, ആത്മികമാണ് വ്യക്തിത്വം. ആ ആത്മാനം കേവലം പശ്യൻ, ഈ ആത്മാ ഒറ്റയാനാ, അതിന് രണ്ടാമതൊന്നുമില്ല, എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നതാ. അപ്പം ഉപദ്രവിക്കൽ എന്നൊന്നുണ്ടോ? ഇല്ല. ആരുപദ്രവിക്കാൻ? ആരുപദ്രവിക്കപ്പെടാൻ? എപ്പോഴാണോ എല്ലാം ഒന്നായിത്തീരുന്നത്? യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുകയാണ്, രണ്ടുള്ളപ്പോൾ ഒരുത്തൻ ഒന്നിനെ കാണും, കേൾക്കും, എല്ലാം ചെയ്യും. എല്ലാം കൂടി ഒന്നായാലോ? തത്ര കഹ കം കേന പശ്യേത്. ആരെ എന്തുകൊണ്ട് കാണുന്നു? എല്ലാം കൂടി ഒന്നല്ലേ ഉള്ളൂ. ആ ആത്മാനം കേവലം പശ്യൻ ന തുഷ്യതി ന കുപ്യതി. നമുക്ക് ക്രമം വിട്ട് സന്തോഷിക്കും വേണ്ട, ക്രമം വിട്ട് സന്തപിക്കും വേണ്ട. ഇതായിരിക്കണം നിങ്ങളുടെ ആദർശം. ഇന്ന് മുതൽക്കെങ്കിലും നമ്മൾക്ക് അധികം ചിരിക്കും വേണ്ട, അധികം കരയും വേണ്ട. നമ്മുടെ മനസ്സ് വേലിയേറ്റം പോലെ ഉയരും വേണ്ട, ഡിപ്രഷൻ പോലെ താഴും വേണ്ട. ആ സമത്വം എന്ന് പറയുന്ന ഒരു നില അത് നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അത് നമ്മുടെ ശരീരത്തിൻ്റെയോ ഇന്ദ്രിയത്തിൻ്റെയോ നിലവാരത്തിൽ ആ തലത്തിൽ കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ മനസ്സിൻ്റെ ശുദ്ധി, ബുദ്ധിയുടെ സൂക്ഷ്മത, അതിൻ്റെ പ്രബുദ്ധത, അതുകൊണ്ടേ നടക്കുള്ളൂ. പീഡ്യമാനോപി സർവദാ ആത്മാനം കേവലം പശ്യൻ ന തുഷ്യതി ന കുപ്യതി. ഒരിക്കലും സന്തോഷം അധികം ഉണ്ടാവില്ല, കോപവും ഉണ്ടാവില്ല. ഇന്ന് ആശ്രമത്തിൽ അച്ഛനമ്മയും കുട്ടികളെല്ലാവരും കൂടി വന്നു. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കൂട്ടർ, ആ കുട്ടി, ഞാൻ കുട്ടികളെയൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് പഠിക്കുന്നുണ്ടോ, ക്ലാസ്സിലോ ഒന്നാമനാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മ പറയായിരുന്നു, അവന് വളരെ കോപം കൂടുതലാണ്, കോപിക്കുകയാണ്. ആരോടാ കോപിക്കണേ? അമ്മയോട്. ഞാൻ ചിരിച്ചിട്ട് വിളിച്ചു, അതെ, അമ്മയോട് നമ്മൾ കോപിക്കേണ്ട ആളാണോ? അല്ല, പിന്നെ എന്തിനാ കോപിക്കണേ? അവന് വല്ലാതെ. ഞാൻ പറഞ്ഞു, അവനെ ദേഷ്യപ്പെടണ്ട. കുട്ടി ഒരു കാര്യം ചെയ്യൂ, ദേഷ്യപ്പെടുന്നതിന് മുമ്പ് അമ്മയോട് പറയൂ, അമ്മേ എനിക്ക് കുറച്ച് ദേഷ്യപ്പെടണമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരം അമ്മയോട് ദേഷ്യപ്പെടും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞു. ചെയ്യോ ചോദിച്ചപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടത് നിസ്സാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദേഷ്യപ്പെടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടാനും നമ്മൾ അനുവദിക്കണം. പക്ഷേ ആ കുട്ടി അമ്മയോട് പറയണം, ഞാൻ കുറച്ച് നേരത്തേക്ക് ദേഷ്യപ്പെടാനാ പോണേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടട്ടെ. അപ്പോൾ ഒരു വിവേകം, ഒരു വിശേഷ ബുദ്ധി വരുമല്ലോ. ഞാൻ പറഞ്ഞു, നീ എനിക്ക് ടെലിഫോൺ ചെയ്യാം, ഞാൻ സംസാരിക്കാം, നിൻ്റെ കോപമൊക്കെ നമുക്ക് ശരിയാക്കാം, അടക്കൊന്നും വേണ്ട കേട്ടോ, പേടിക്കും വേണ്ട, കോപിച്ചോളൂ, ഒത്തിരി മിതമായിട്ടായിക്കോട്ടെ, ശരിയാവും അത് എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യർക്ക് എപ്പോഴും ഈ മനസ്സിൻ്റെ ഇങ്ങനെയുള്ളതാണ്. ന തുഷ്യതി ന കുപ്യതി. നിങ്ങൾ എപ്പോഴും വിചാരിക്കൂ, സുഖവും ദുഃഖവുമല്ലാതെ വരാതെയും പോകാതെയും ഇരിക്കുന്ന ഒരു ദശയുണ്ട്, ഒരു നിലയുണ്ട്. കോപവും താപവും സ്നേഹവും കാമവും ഇങ്ങനെയുള്ള വികാരങ്ങളുടെ വിക്ഷോഭം ഇല്ലാതെയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതാണ് സംശാന്തത, അതാണ് സ്വച്ഛത, അതാണ് മുക്തി. എന്തിൽ നിന്നുള്ള മുക്തി? മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നുമുള്ള കെട്ടുപോട്ടുകളിൽ നിന്നുള്ള മുക്തി, മോചനം. അപ്പോൾ ന തുഷ്യതി ന കുപ്യതി.
ഇതെഴുതിയത് എപ്പോഴാണ്? വളരെ കാലം മുൻപ്, ജനക മഹാരാജാവിൻ്റെ കാലത്ത്. ശങ്കരാചാര്യൻ ഈ സിദ്ധാന്തം മുഴുവനും വളരെ വലിയ ഒരു തിയറിയായി എഴുതി വച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയുകയാണ് വിവേക ചൂടാമണി, സാധുഭിഃ പൂജ്യമാനേസ്മിൻ പീഡ്യമാനേപി ദുർജനൈഃ സമഭാവോ ഭവേദ്യസ്യ സജീവൻ മുക്തലക്ഷണഃ. വിവേക ചൂടാമണി നമ്മളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് ജീവൻ മുക്തനെയാണ്. മുക്തി മുക്തി എന്ന് പറയുന്ന ആ സ്ഥിതി കൈക്കലാക്കി, ബന്ധനമുണ്ടായിരുന്നു ഇപ്പം ഇല്ല, എനിക്ക് ബന്ധനമില്ല, ബന്ധനമില്ലാത്തത് കൊണ്ട് മുക്തിയും വേണ്ട, ഞാൻ ബന്ധമുക്തി രണ്ടെണ്ണത്തിനും അതീതമായിട്ടുള്ള ഒരു നിലയാണ് കൈവരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിലങ്ങനെ വിഹരിക്കുന്ന കൂട്ടരുണ്ടല്ലോ, ജീവൻ മുക്തി, ജീവൻ മുക്തന്മാർ. അതാണ് വിവേക ചൂടാമണി നമ്മളോട് പറയുന്നത്. അത് ചിത്രീകരിക്കുക അദ്ദേഹം. സാധുഭിഹി പൂജ്യമാനേസ്മിൻ, നല്ല മനുഷ്യരാൽ പൂജിക്കപ്പെടുമ്പോഴും പീഡ്യമാനോപി ദുർജനൈഃ, ദുർജനങ്ങൾ പീഡിപ്പിക്കുമ്പോഴും സമഭാവോ ഭവേദ്യസ്യ, മനസ്സിന് ഒരു തരത്തിലുള്ള വിഷമവുമില്ലാതെ നല്ലത് പറയണം എന്ന് തോന്നുന്നവൻ പറയുന്നു, കൊല്ലാത്തത് പറയണം എന്ന് തോന്നുന്നവൻ പറയുന്നു. ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരാ? അവർ രണ്ടുപേരാണ്. ഞാനോ അത് ചെയ്യണില്ല, പിന്നെ അതിനെപ്പറ്റി ദുഃഖിക്കണോ? താൻ ചെയ്യാത്ത പ്രവൃത്തിയെക്കുറിച്ച് ആരെങ്കിലും ദുഃഖിക്കോ? എന്താ മിണ്ടാത്തെ? ആരോ ഉപദ്രവിക്കണു, ആരോ നല്ലത് പറയണു. ഇത് രണ്ടും അവരവരുടെ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളുടെ ഫലം അവരനുഭവിക്കട്ടെ, എനിക്കെന്ത് വേണം? ചിലർക്ക് എന്നെ സ്തുതിക്കാൻ തോന്നുന്നു, ചിലർക്ക് എന്നെ നിന്ദിക്കാൻ തോന്നുന്നു. ഒരു കൂട്ടം ആൾക്കാരുടെ സ്തുതിക്കും പിന്നെ ഒരു കൂട്ടം ആൾക്കാരുടെ നിന്ദയ്ക്കും രണ്ടിനും പാത്രമായത് വഴി രണ്ടുപേർക്കും ഞാൻ സന്തോഷം പകർന്നു കൊടുക്കുക. അങ്ങനെ വിചാരിക്കൂ. വേദാന്തം എന്ന് പറഞ്ഞാൽ തത്വവിചാരത്തിൻ്റെ മഹിമയാണ്. മന്നിന്ദയായതി ജനോ പരിതോഷമേതി നന്നു അപ്രയത്ന സുലഭോയം അനുഗ്രഹോ മേ ശ്രേയോർത്ഥിനോ ഹി പുരുഷ പരതുഷ്ടിഹേതോ ദുഃഖാർജിതാന്യപി ധനാനി പരിത്യജന്തി. ആ മനുഷ്യൻ്റെ ബുദ്ധി വിചാരം ചെയ്ത് ആപത്തിനെ സമ്പത്താക്കും, തിന്മയെ നന്മയാക്കും, ദാരിദ്ര്യത്തെ ധനമാക്കി തീർക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അത്ര വൈഭവമുണ്ട്. നോക്കൂ, ഇവിടെ പറയണത് എന്താന്ന്? മന്നിന്ദയാ യതി ജനോ പരിതോഷമേതി, എന്നെ നിന്ദിച്ചത് കൊണ്ട് ആരെങ്കിലും ഒരാൾക്ക് പോലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ കൂട്ടരെ? എന്നെ നിന്ദിച്ചത് കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പോലും സന്തോഷമുണ്ടെങ്കിൽ നന്നു അപ്രയത്ന സുലഭോയമനുഗ്രഹോമേ, ഞാനൊരു തുള്ളി പോലും പ്രയത്നിക്കാതെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണെന്ന്. എന്നെ നിന്ദിച്ച ഒരാൾക്ക് സുഖം, എന്നെ സ്തുതിച്ചിട്ടൊരാൾക്ക് സുഖം. ഞാനാണെങ്കിലോ ഒന്നും ചെയ്യണില്ല, ഒന്നും ചെയ്യാതെ ഇരുകൂട്ടർക്കും സുഖമാണ്. നമ്മൾ ഒരാൾക്ക് സുഖം നൽകാനും സന്തോഷം നൽകാനും പുറപ്പെട്ടുള്ള ചരിത്രം ഗൃഹസ്ഥന്മാർക്ക് അറിയാമല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യണത്? എന്നിട്ട് അവർ സന്തുഷ്ടരാണോ? അവർ പറയും ഇത് ശരിയായില്ല, അത് ശരിയായില്ല. ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ശരിയാവാത്തതാണല്ലോ, ചെയ്യാത്തതാണല്ലോ. അവിടെ ചെയ്തതിനെ പറ്റി ആരെങ്കിലും പറയൂ? ചെയ്യാത്തതിനെ പറ്റിയിട്ടല്ലേ പറയുള്ളൂ. ഇങ്ങനെയുള്ള മുള്ളും മുഷ്കും മാത്രമേ ഉള്ളൂ. വീട്ടുകാർ നല്ലവരാണെന്ന് വിചാരിക്കരുത്. ഇതാണ് എവിടെ നന്വപ്രയത്ന സുലഭോയമനുഗ്രഹോ മേ ശ്രേയോർത്ഥിനോ ഹി പുരുഷ പരതുഷ്ടിഹേതോ ദുഃഖാർജിതാന്യവിധനാനി പരിത്യജന്തി. ശ്രേയസ് വേണം എന്ന് വിചാരിച്ച് പുരുഷന്മാരെന്ത് ചെയ്യണു? ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എത്രയാണ് ചെലവ് ചെയ്യുന്നത്? ശ്രേയസ് വേണം എന്ന് വിചാരിച്ച് കണ്ടമാനം പണം ചെലവ് ചെയ്യണു. വൈദിക കർമ്മങ്ങളിലും ലൗകിക കർമ്മങ്ങളിലും വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കൾ മേടിച്ചും എല്ലാമായി ഭാര്യ സന്തോഷിക്കണം, കുട്ടികൾ സന്തോഷിക്കണം, ഇത് പറഞ്ഞ് പലതും ചെയ്യണു. എന്നിട്ടതുണ്ടോ? കിട്ടണില്ല. അതുകൊണ്ട് എന്തു വേണം? സതത സുലഭദൈന്യേ നിസ്സുഖേ ജീവലോകേ യതി മമ പരിവാദാത് പ്രീതിമാപ്നോതി കശ്ചിത്. ഒന്ന് കേൾക്കിനപ്പ. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, കണ്ണിൽ വെള്ളമായി. എന്തിനാത്?
ആരോ പറഞ്ഞതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പോൾ വല്ലവരും പറഞ്ഞതിന് ഇങ്ങനെ പെറുക്കിയെടുക്കണേ നിങ്ങൾ? ആരാ തെറ്റ് ചെയ്തേ? അയാൾ. അപ്പോൾ അയാളല്ലേ ദുഃഖിക്കണ്ടേ? നിങ്ങളുടെ കണ്ണ് നിറയണത് എന്തിനാ? ഇതിലേറെ വിഡ്ഢിത്തം ലോകത്തിലുണ്ടോപ്പാ? ഒക്കെ പഠിച്ചവരാ, ഈ കാര്യത്തിൽ ഒരു പഠിപ്പുമില്ല. യതി മമ പരിവാദാത് പ്രീതിമാപ്നോതി കശ്ചിത് സതത സുലഭതൈന്യേ നിസ്സുഖേ ജീവലോകേ. ഈ ജീവലോകത്തിൽ ദീനത എല്ലാ ദിക്കിലുമുണ്ട്. സുഖം ഉണ്ട് എന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള ഈ ലോകത്തിൽ, വിരളമായ സുഖം നൽകുന്ന ഈ ലോകത്തിൽ, യതി മമ പരിവാദാത്, എന്നെ കുറച്ച് കുറ്റം പറഞ്ഞതുകൊണ്ട്, പ്രീതിമാപ്നോതി കശ്ചിത്, ആരെങ്കിലും ഒരാൾക്ക് പോലും സന്തോഷമുണ്ടെങ്കിൽ, പരിവദതു യഥേഷ്ടം, ഇഷ്ടം പോലെ പറഞ്ഞോട്ടേപ്പാ, ധാരാളം സന്തോഷം കിട്ടുന്നു. എന്താ അപ്പം അതിന് വിരോധം? ഞാനോ ഒന്നും ചെയ്യണില്ല. എന്നെ കുറ്റം പറഞ്ഞ് അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ധാരാളമായിക്കോട്ടെ, എൻ്റെ മുമ്പിൽ വന്ന് പറയണതാണ് എനിക്കിഷ്ടം എന്ന് മാത്രം. പരിവദതു യഥേഷ്ടം, എത്ര വേണമെങ്കിൽ പറഞ്ഞോട്ടെ. മത്സമക്ഷം, എൻ്റെ മുമ്പിൽ വന്നോ. തിരോവാ, പിന്നിൽ നിന്നോ. ജഗതിഹി ബഹുദുഃഖേ ദുർലഭ പ്രീതിയോഗ, ധാരാളം ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ പ്രീതി കിട്ടുക എന്ന് പറയുന്നത്, പ്രീതിയോഗം വളരെ കുറവാണ്. അതുകൊണ്ട് എന്നെ കുറ്റം പറയുന്നതിൽ എനിക്ക് സന്തോഷമപ്പാ. ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കണം. വീട്ടുകാർക്ക് പോലും സന്തോഷമാകട്ടെ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന പണം പല പ്രകാരത്തിലും ചെലവ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നത് മുറുമുറുപ്പും മുള്ളും മുഷ്കുക. ഇവിടെയോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചിലർ സന്തോഷിക്കുക, ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന്. ഇങ്ങനെയുള്ള വിചാരം നിങ്ങൾക്ക് വളർത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് മനുഷ്യബുദ്ധിയുടെ മഹിമ. ശൂന്യമാകീർണതാമേതി മൃത്യുരഭ്യുത്സവായതേ ആപത് സമ്പദിവാ ഭാതി വിദ്വജ്ജന സമാഗമേ. നല്ല മനുഷ്യരോടുകൂടി സംസർഗം നടത്തി നിങ്ങളുടെ വിഷമങ്ങൾ അവരെ പറഞ്ഞ് ധരിപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ശൂന്യം പൂർണ്ണമാവുമത്രേ. മരണം ഉത്സവമായി തീരും, ആപത്ത് സമ്പത്താകുന്നു. ഇങ്ങനെയുള്ള വിചാരം കൊണ്ട് സ്വതവേ നമ്മുടെ കണ്ണ് നിറഞ്ഞ് നാം വളരെ കഷ്ടപ്പെട്ട് ഉറക്കമൊക്കെ ബലി കഴിക്കുന്ന ആ നിലയുണ്ടല്ലോ, അത് മാറി ധാരാളം സന്തോഷത്തോടു കൂടി കൂടാം നിങ്ങൾക്ക്. ചേഷ്ടമാനം ശരീരം സ്വം പശ്യത്യന്യ ശരീരവത് സംസ്തവേ ചാപി നിന്ദായാം കഥം ക്ഷുഭ്യേത് മഹാശയഃ. ചേഷ്ടമാനം ശരീരം സ്വം, ചേഷ്ടമാനം ശരീരം സ്വം പശ്യത്യന്യ ശരീരവത്, പശ്യത്യന്യശരീരവത് സംസ്തവേ ചാപി നിന്ദായാം, സംസ്തവേ ചാപി നിന്ദായാം കഥം ക്ഷുഭ്യേത് മഹാശയഃ. കഥം ക്ഷുഭ്യേത് മഹാശയഃ. നോക്കൂ, ചേഷ്ടമാനം ശരീരം സ്വം പശ്യത്യന്യശരീരവത്. ഈ എത്ര ശരീരങ്ങളാണ്? നമ്മുടെ കുടുംബത്തിൽ തന്നെ കുടുംബാംഗങ്ങൾ എത്രയാ? അവരെ എല്ലാവരെയും നോക്കിക്കാണുന്ന അതേ കണ്ണാണ് നമ്മുടെ ശരീരത്തെയും നോക്കുന്നത്. നമ്മുടെ കണ്ണിനാണ് ഈ ശരീരം ദൃശ്യം. മറ്റുള്ളവരുടെയും ശരീരം അതേ കണ്ണുകൾക്കാണ് ദൃശ്യം. അപ്പം മറ്റുള്ളവരുടെ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ എന്താ വ്യത്യാസം? ചേഷ്ടമാനം ശരീരം സ്വം, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് ശരീരങ്ങൾക്ക് തുല്യമായി കാണുന്നു. പശ്യത്യന്യശരീരവത്. അങ്ങനെ വന്നാൽ സംസ്തവേ ചാപിനിന്ദായാം, സ്തുതിക്കുന്നതിലോ നിന്ദിക്കുന്നതിലോ കഥം ക്ഷുഭ്യേത് മഹാശയഃ. മഹാശയഃ എന്ത്? ഒന്ന് പറയൂ. മഹാശയഃ. അങ്ങനെ ഒരു വാക്കേ നമ്മൾ ഉപയോഗിക്കാറില്ല. പാർലമെൻറ്റിൽ ഒരു ദിവസം നടക്കുന്നത് കേട്ടു. അന്ന് നമ്മുടെ വാജ്പേയി സംസാരിക്കുന്ന സമയം അധ്യക്ഷ മഹോദയ്, അധ്യക്ഷ മഹാശയ് എന്നൊക്കെ പറയും. എവിടെ പോയപ്പാ നമ്മുടെ ഈ സംസ്കാര പദങ്ങളൊക്കെ? മഹാശയഃ
എന്താ ഇതിനർത്ഥം? ആശയം എവിടുന്ന് പുറപ്പെടുന്നു? നമ്മുടെ മനസ്സ്, ഹൃദയം, അത് മഹത്തായിരിക്കണം, വികസിതമായിരിക്കണം എന്ന്. ഈ ആത്മജ്ഞാനത്തിൻ്റെ ഉദ്ദേശം എന്താ? വികസിത മനസ്സ്, വികസിത ഹൃദയം. വസുധൈവ കുടുംബകം അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ സമസ്തഭുവനവ്യാപി വിസ്താര ഉപജായതേ. ഒന്ന് കേൾക്കണപ്പ. അയമേവാഹമിത്യസ്മിൻ, ഈ പരിമിതമായ ദേഹം മാത്രമാണ് ഞാൻ എന്നുള്ള വിചാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ഗ്രഹിക്കുന്നത് കൊണ്ട് വിലയം ഗതേ, അത് മനസ്സിലങ്ങോട്ട് ലയിച്ചു പോവുക. അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ, ഞാൻ ഈ ശരീരം മാത്രമാണ്, പരിമിതം. പരിമിതം എത്ര തൂക്കണ്ട്? 70 കിലോ പൊക്കമോ, അഷ്ടിച്ചാറടി, അങ്ങനെ ഒരു പിണ്ഡമാണ് ഞാൻ എന്നുള്ള വിചാരം അങ്ങോട്ട് പോയി. സങ്കോചേ വിലയം ഗതേ, ആ സങ്കോചം, ഇടുക്കം അതങ്ങോട്ട് പോയി എന്നുണ്ടെങ്കിൽ സമസ്ത ഭുവനവ്യാപി. ഒന്ന് പറയൂ. സമസ്ത ഭുവനവ്യാപി. ഒന്ന് ഉറക്കെ പറയുന്നപ്പ. സമസ്ത ഭുവനവ്യാപി. ഒരിക്കൽ കൂടി. സമസ്ത ഭുവനവ്യാപി. വിസ്താര ഉപജായതേ. വിസ്താര ഉപജായതേ. സർവഭുവനങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു വിസ്താരം അതേ ഹൃദയത്തിൽ ജനിക്കുമത്രേ. ഇപ്പം ശരീരബോധം എവിടെയാ? മനസ്സിൽ. ആ ശരീരത്തിനെ ബോധിപ്പിക്കുന്ന മനസ്സ്, പരിമിതമാണത് എന്ന് പറയുന്ന മനസ്സ്, ആ പരിമിതികൾ തെറ്റാണെന്ന് മനസ്സിലായി സങ്കോചമൊക്കെ പോയി വിസ്താരം മനസ്സിൽ ജനിക്കുന്നു. നിങ്ങളൊക്കെ മഹാശയന്മാരാവണം, മഹാശയന്മാർ. അതിന് പൈസ ചെലവില്ല, അതിന് പൈസ ചെലവില്ല. അതിന് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളുമായി കുറേ ഒരു സമ്പർക്കം നമുക്ക് ആവശ്യമുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. കഥം ക്ഷുഭ്യേത് മഹാശയ. മഹാശയന്മാർക്ക് ക്ഷോഭമോ? ആരെങ്കിലും സ്തുതിക്കണോ, ആരെങ്കിലും നിന്ദിക്കണോ എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷോഭിക്കുക. ഇഷ്ടം പോലെ സ്തുതിച്ചോളൂ, ഇഷ്ടം പോലെ നിന്ദിച്ചോളൂ. നിന്ദിക്കുന്നവർക്ക്, ആ നിന്ദിക്കുന്നവരുടെ മനസ്സിൽ നമുക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ എന്താ വഴി? നിന്ദിക്കാനുള്ള വഴി വല്ല നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോഴേ അവർ നമ്മളെ നിന്ദിച്ച് മനസ്സിൽ നിർത്തുള്ളൂ. സ്തുതിക്കുന്നവരോ, സ്തുത്യർഹമായ ലക്ഷണങ്ങൾ എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവർ സ്തുതിക്കും. അപ്പം സ്തുതിക്കുന്നവരും നിന്ദിക്കുന്നവരും ഒരുപോലെ എന്നെ മനസ്സിൽ നിർത്തണമെങ്കിൽ എന്താ വഴി? സ്തുത്യർഹവും നിന്ദാർഹവുമായി ചില ഉണ്ടാവണം, ഇല്ലെങ്കിൽ അവർ ഉണ്ടാക്കിക്കോളും. ഇങ്ങനെ വിശാലമായി ചിന്തിച്ചൂടെപ്പാ. അതിനെന്താ തകരാറ്? ചേഷ്ടമാനം ശരീരം സ്വം പശ്യത്യന്യ ശരീരവത് സംസ്തവേചാഭിനിന്ദായാം കഥം ക്ഷുഭ്യേത് മഹാശയഃ. ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം. 7-ാം ദിവസം മരിക്കും എന്ന് പറഞ്ഞ് ആ ശമീക മഹർഷിയുടെ കുട്ടി ശൃംഗി ശപിച്ചു പരീക്ഷിതന്. അപ്പോൾ ആ ശാപം എങ്ങനെയായാലും അർത്ഥവത്താണ്, അത് നടക്കും എന്നറിയാം. അപ്പോൾ ആ ശാപത്തിനെ കവച്ചു വയ്ക്കാനുള്ള ഒരു പുണ്യകർമ്മം എന്നുള്ള നിലയ്ക്കാണ് പ്രായോപവേശം. ചാവുന്നത് വരെ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ശ്വാസം മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള വ്രതത്തോടു കൂടി പരീക്ഷിച്ചിരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി അവിടെ ചെത്ത പാമ്പിനെ തയ്യാറാക്കിയ അതേ പ്രകൃതി 16 വയസ്സായ ഒരു അവധൂത കുട്ടിയെ കൊണ്ടങ്ങോട്ട് കൊടുത്തു. കുടുംബവിചാരവും എല്ലാം കുഴപ്പമൊന്നുമില്ലാണ്ട് അവിടെ ഇരുന്ന് 7 ദിവസം തോരാതെ പരീക്ഷത്തിന് ഭഗവത് കഥകളും തത്വകഥനങ്ങളും ബ്രഹ്മചിന്തനവുമെല്ലാം പറഞ്ഞു കൊടുത്ത് നല്ല പോലെ മനസ്സിലാക്കി 7-ാം ദിവസം പരീക്ഷത്ത് പറയുകയാണ്. എന്താ പറയണത്? സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന ശ്രാവിതോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരി. സിദ്ധോസ്മി അനുഗൃഹീതോസ്മി, ഞാൻ സിദ്ധനായി, അനുഗ്രഹീതനായി, ഭവതാ കരുണാത്മന, കരുണാത്മാവായ അങ്ങയാൽ അങ്ങയുടെ വാക്കുകൾ കേട്ട്, വിവരണങ്ങൾ കേട്ട്, തത്വകഥനം കേട്ട്, ഭഗവത് വർണ്ണനകൾ കേട്ട് എനിക്ക് നല്ലപോലെ അനുഗ്രഹം വന്നു, സിദ്ധനായി. ശ്രാവിതോ യച്ഛമേ സാക്ഷാത്
അനാദിനിധനോ ഹരിഹി. അനാദിനിധനനായ ഹരിയുടെ വർത്തമാനങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. ഭഗവം സ്തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നമിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ഭഗവം സ്തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം. അല്ലേ ഭഗവൻ, അല്ലേ ഭഗവൻ, ഞാൻ ഇനി തക്ഷകൻ മുതലായവരിൽ നിന്ന് പേടിക്കണില്ല. എനിക്ക് മൃത്യുഭയവുമില്ല, ലേശവുമില്ല. ആരാത് പറയണത്? പരീക്ഷിത്ത്. 7 ദിവസം, 7-ാം ദിവസമാണ് ഈ പറയുന്നത്, മുഴുവനായിട്ടില്ല. എനിക്ക് ഇനി പേടിയില്ല. തക്ഷകനെയും മരണത്തിനെ ഒന്നും ഞാൻ പേടിക്കുന്നില്ല. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. അങ്ങ് കാട്ടിത്തന്ന ആ നിർഭയമായിരിക്കുന്ന ബ്രഹ്മനിർവാണം എന്ന് പറയുന്ന ആ സ്ഥിതിയുണ്ടല്ലോ, അതിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഞാൻ എന്ന് പറയണു പരീക്ഷിത്ത്. ആ 7 ദിവസം കഴിഞ്ഞ ഉപദേശം, അതുകൊണ്ട് മാത്രം ആ പരീക്ഷത്തിന് സിദ്ധി വന്നു എന്ന് പറയുമ്പോൾ, അതും എങ്ങനത്തെ സിദ്ധിയാണ്? വെറുതെ ഇരിക്കുന്നതല്ല. തക്ഷകൻ വന്ന് കടിക്കാൻ പോണു, ആ കടിയിൽ നിന്നുള്ള ഭയമില്ല, മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ശുഗമഹർഷി ആ സ്ഥലം വിട്ട് വന്ന മാതിരി പോയത്. അപ്പം ഇത് കേൾക്കുന്നതിന് വലിയ അർത്ഥവും പ്രസക്തിയുമുണ്ട് എന്ന് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും ഇവിടെ വന്നു. 22-ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അതിനു മുമ്പ് 4-5 കൊല്ലം ആ കാലിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാധ്യമാവണമെങ്കിൽ ഇത് കേൾക്കണം എന്നുള്ള അഭിലാഷത്തോടു കൂടി, രുചിയോടുകൂടി, നല്ല വ്യഗ്രതയോടുകൂടി കേൾക്കുന്ന കുറേ ആൾക്കാർ വേണം. എനിക്കതൊരു നിർബന്ധമാണ്. ആ നിലയ്ക്ക് തൃശ്ശൂരിലുള്ള നിങ്ങളെല്ലാവരും അസാധാരണമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്, കൃതാർത്ഥതയുണ്ട്. ഈ അഷ്ടാവക്ര സംഹിത 10-24 ചാപ്റ്റർ ഉള്ളതാണ്. അതിലിപ്പോൾ 3-ാമത്തെ ചാപ്റ്ററിലാണ്, നമ്മൾ അധ്യായത്തിലാണ്. 4-ാമത്തതിൽ വളരെ ചുരുക്കം ശ്ലോകങ്ങളേ ഉള്ളൂ. അതുമാതിരി ചില അധ്യായങ്ങളിൽ ചുരുക്കം ശ്ലോകങ്ങളേ ഉള്ളൂ. പല ഭാഗങ്ങളിൽ നിന്നും, ഇതിനെ സംഹിത എന്നാണ് പറയണത്, പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ചിന്താഗതികളെ എടുത്ത് ക്രോഡീകരിച്ച് അവസാനം പരമാത്മാ പരബ്രഹ്മം എന്നതിൽ പരിസമാപിപ്പിക്കുന്ന ഒരു വിശേഷപ്പെട്ട പുസ്തകമാണിത്. അപ്പോൾ അതിങ്ങനെ പറയുക എളുപ്പമല്ല. എന്താ എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ, അത് പറയണം, അനുഭവസിദ്ധമായി പറയണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്, അപൂർവമാണ്. അത് കേൾക്കാനും ആൾക്കാർ വരണം. അപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ വന്ന് ഈ വിജ്ഞാപന ദൗത്യമുണ്ടല്ലോ, അത് വേണ്ടതുപോലെ നടക്കുന്നതിലും നടത്തിക്കുന്നതിലും എനിക്ക് വളരെ സന്തോഷം. എന്ത് നടക്കാനായിട്ട് നമുക്ക് അത് സംഘടിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വേണം. അതും ഇവിടെ വളരെ ഭംഗിയായിട്ടുണ്ട്. വിഷമം കൂടാതെ നടന്നു പോണു കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും ശുഷ്കാന്തിയോടുകൂടി ഇവിടെ വന്നതിൽ ആദ്യം പറഞ്ഞ മാതിരി ഞാൻ സന്തുഷ്ടനാണ്. എല്ലാവരെയും മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ ക്ഷേമം വേണം, ഐശ്വര്യാഭിവൃദ്ധി വേണം, അതേപോലെ ശ്രേയസ്സും വേണം. ശ്രേയസ്, ആ ശ്രേയകാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ആ കുട്ടികളുണ്ടല്ലോ, അവരെല്ലാവരും ആദ്യമായിട്ട് കുടുംബസ്നേഹം, സമാജസ്നേഹം, ദേശസ്നേഹം, വിശ്വസ്നേഹം, ഈശ്വരനിൽ ഭക്തി, വിശ്വാസം, ഇതെല്ലാം ഉണ്ടാവട്ടെ. എവിടെ ഗർഭമുണ്ടോ, കുട്ടി ജനിക്കാൻ പോണോ, ആ കുട്ടിയുടെ മനസ്സും ബുദ്ധിയും എങ്ങനെ വളരണമെന്ന് ആദ്യമായി ചിന്തിക്കേണ്ടത് അമ്മയും അച്ഛനുമാണ്. ആ ഒരു ഭാഗം കഷ്ടിക്കയ്യ നമ്മുടെ ഇടയിൽ. ആ വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ദ ഹാൻഡ് ദറ്റ് റോക്സ് ദ ക്രേഡിൽ റൂൾസ് ദ വേൾഡ്. ആ തൊട്ടിലാട്ടുന്ന കൈകളാണ് ലോകത്തെ ഭരിക്കുന്നത് എന്ന് പറയുന്ന പഴമൊഴി ഉണ്ടല്ലോ, അത് നല്ല പോലെ മനസ്സിലാക്കുക. ഇതിൻ്റെ സമാപന ചടങ്ങിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതൊക്കെ പറയട്ടെ, കേൾക്കുക. ക്ഷമയോടുകൂടി ഈ പ്രസാദ വിതരണം. ഇത്തവണ ഞാൻ എഴുതിയിട്ടുള്ളത് ഭഗവത്ഗീതയെപ്പറ്റി. ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല, നേരെ മറിച്ച് ഒരു ഭരണശാസ്ത്രമാണത്. രാജാക്കന്മാരാണ് ഭരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ആര് ഭരിക്കണോ അവർക്കൊക്കെ ബാധകമാണ്, സാധുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവരണമാണ് 4-5 ശ്ലോകത്തോടു കൂടി. വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ട് വായിച്ച് മനസ്സിലാക്കും. നമുക്കിനി അവസാനിപ്പിക്കാം. എന്ത് നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനവും വേണമല്ലോ, എന്നാലല്ലേ പിന്നെ തുടങ്ങാൻ പറ്റുള്ളൂ.
ക്ഷാന്തസ്വഭാവമജരാത്മകമേകസത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ തദ്ദൈവമേവ മമ സർവമഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. നമുക്ക് ഓംകാരം ജപിക്കാം എല്ലാവർക്കും കൂടി. ലോകത്തിന് മുഴുവൻ നന്മ വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്ര ഐശ്വര്യവും അഭിവൃദ്ധിയും അതിനേക്കാളേറെ ശ്രേയസ്സും വിജ്ഞാനവും ഉണ്ടാവട്ടെ. ഹരിഹി ഹരിഹി. ദാ കണ്ണടച്ച് കൂടെ ജപിക്കൂ. ഓ ഹരിഹി. ഓം തത്സത്.